അമേരിക്ക ആണവ പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനിടെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി മേഖലയിൽ എത്തിച്ച അമേരിക്ക ആക്രമിച്ചാൽ ഉടനടി കരുത്തുറ്റ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി അമേരിക്കയ്ക്ക് താക്കീത് നൽകി. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ നീക്കം അപഹാസ്യമെന്ന ഇറാൻ. പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് സാധ്യത കുറവെന്ന റിപ്പോർട്ട്. മധ്യസ്ഥ റോൾ വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യ. ഇറാൻ ഭരണകൂടത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടതായ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ പ്രസ്താവനയ്ക്കെതിരെ തെഹ്റാൻ. നയതന്ത്ര നീക്കം തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ. അതേസമയം എണ്ണവില ബാരലിന് $70 ഉയർന്നു. 1.65% ഇന്ന് വില കൂടിയത്. MC നാസർ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, രണ്ടും കൽപ്പിച്ച് അമേരിക്ക രംഗത്തെത്തുകയാണ്. യുദ്ധക്കപ്പൽ അവിടെ അയച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ് ഇപ്പോൾ കാര്യങ്ങൾ? പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണോ? ജിന്ന, തീർച്ചയായിട്ടും പിന്നിട്ട ദിവസമായിരുന്നു എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ എത്തിയത്. അതിന്റെ തുടർച്ച എന്നതിലേക്കാണ് മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി മേഖലയിലേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താഡ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിക്ക ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും അമേരിക്ക സൈനികാഭ്യാസ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു സൈനികമായ സമ്മർദ്ദം ഇറാനുമേൽ ചുമത്തുകയും അങ്ങനെ ഇറാനെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കരാറിന് പ്രേരിപ്പിക്കുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ തെളിയിക്കുന്നു. പക്ഷേ ഇത്തരമൊരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയെ പൂർണ്ണമായിട്ട് തള്ളുന്നൊരു സമീപനമല്ല ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. അല്പം മുമ്പ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയത് ചർച്ചയുടെ വാതിലുകൾ തങ്ങൾ കൊട്ടിയടക്കുകയില്ല, പക്ഷേ പൂർണ്ണമായിട്ടും തങ്ങളുടേതായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ നീക്കം അമേരിക്ക തുടരുകയാണെങ്കിൽ അതിനെ ചർച്ച എന്ന് വിളിക്കാനാവില്ല. അതുമാത്രമല്ല, ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ആ ചർച്ചയുടെ മറവിൽ ഒരു ആക്രമണം നടത്തില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അത്തരമൊരു ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാകുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. തുർക്കിയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ തുടരുന്നത്. റഷ്യ ഇന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥ റോൾ വഹിക്കാൻ തങ്ങൾ ഒരുക്കമാണ്. എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അമേരിക്ക വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇറാൻ നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയും അത് വളരെ ചുരുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സ്വീകാര്യമല്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി വരികയാണ്. ഇന്നും ഇറാന്റെ നേതൃത്വം അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കപ്പലുകളോട്, ആ മേഖലയിൽ പോകുന്ന കപ്പലുകളോട് ജാഗ്രത പുലർത്തണം. കാരണം സ്വാഭാവികമായിട്ട് വരുന്ന വെടിവെപ്പുകൾ ആ കപ്പലുകൾക്ക് ഒരു പക്ഷേ വലിയ തോതിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന കപ്പലുകളോട് വളരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി ഇറാൻ നൽകിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ മേഖലയിൽ നിന്നാണ് ലോക വിപണിയിലേക്കുള്ള എണ്ണയുടെ 20%-ലധികവും കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന എണ്ണ വ്യാപാരം ഏതെങ്കിലും അർത്ഥത്തിൽ തിരിച്ചടി വരികയാണെങ്കിൽ അത് ഗ്ലോബൽ സമ്പദ് വ്യവസ്ഥയെയും വലിയ തോതിൽ തന്നെ ബാധിക്കും. ഇന്ന് മാത്രം 1.5% കൂടുതലാണ് എണ്ണവില ഉയർന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ മനസ്സിലിരിപ്പ് എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും വ്യക്തതയില്ല. ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ ആക്രമണം ഉറപ്പാണ് എന്ന ഒരു നിലപാടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം നയതന്ത്ര നീക്കങ്ങൾ തിരക്കിട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഏറെക്കുറെ പ്രധാനപ്പെട്ട കാര്യം, പല രീതിയിൽ ഇത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണവില അടക്കം കുത്തനെ ഇന്ന് കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള നീക്കം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ്. ചർച്ചയുടെ വാതിലുകൾ കൊട്ടിയടക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ആ ചർച്ച എന്നത് പൂർണ്ണമായിട്ടും ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്നാണെങ്കിൽ അത് സ്വീകാര്യമല്ല എന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, ചർച്ചയുടെ ഘട്ടത്തിൽ ഒരു നിലയ്ക്കുള്ള ആക്രമണവും ഇറാനെതിരെ ഉണ്ടാവുകയില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകണം. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഉറപ്പ് നൽകാൻ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നടന്ന ആശയവിനിമയത്തിൽ ഇനിയും തീർപ്പിലെത്തിയിട്ടില്ല എന്നാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നയതന്ത്ര ദൗത്യം UAE-യും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയതന്ത്ര ദൗത്യം വിജയിക്കണമെങ്കിൽ അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇറാനാണെങ്കിൽ ചർച്ചയ്ക്ക് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ വേളയിൽ ആക്രമണം ഉണ്ടാകരുതെന്ന ഉറപ്പ് അമേരിക്ക നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ദൗത്യം എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യം വ്യക്തമല്ല. അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്നിപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും വളരെ പ്രധാനമാണ്. കാരണം ഇതാദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള സേന എന്ന് വിളിക്കാവുന്ന ഒരു സംവിധാനത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയത്തെയും ഉദ്യോഗസ്ഥർക്കും പുതിയ ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ ഈ പ്രതിസന്ധി എങ്ങനെ നേരിടും എന്നത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പുതുതായി 1000 ഡ്രോണുകൾ കൂടി ഇറാൻ സജ്ജമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പരിമിതമായ ആക്രമണമാണ് അമേരിക്ക നടത്തുന്നതെങ്കിൽ പോലും ത്വരിതഗതിയിലുള്ളതും വ്യാപ്തിയുള്ളതുമായ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി തങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറയുമ്പോഴും ഏത് സമയത്തും ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യത, അത്തരത്തിലൊരു കണക്കുകൂട്ടൽ ഇറാനുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹവും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ജീന, കാരണം വലിയ തോതിലുള്ള സൈനിക സംവിധാനം ഒരുപക്ഷെ അമേരിക്ക പോലും വ്യക്തമാക്കുന്നത് പിന്നിട്ട 20 വർഷത്തിനിടെ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധക്കപ്പലുകളുണ്ട്, പോർവിമാനങ്ങളുണ്ട്, പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, മറ്റെല്ലാ നവീന സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഈ സമ്മർദ്ദത്തിലൂടെ ഇറാന് ചുറ്റുമുള്ള ഈ സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ പിന്തിരിപ്പിക്കാനും ഒരു ആണവ കരാറിൽ ഇറാനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. കാരണം ഇസ്രായേലിന്റെ കൂടി താല്പര്യമാണ് ഈ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാനെ പൂർണ്ണമായിട്ടും പിന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഇറാൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ പ്രതിസന്ധി തീർക്കാൻ റഷ്യയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ആ നീക്കം വിജയിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി നേരത്തെ ഉള്ളതുപോലെ തന്നെ മാറിപ്പോകും. ഒരു മഞ്ഞുരുക്കമുണ്ടാകും. പക്ഷേ അതില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് മേഖല വലിയ വിലയൊടുക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും അവസാനത്തെ സ്ഥിതിവിവരങ്ങൾ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുക. ജീന, ശരി, ഏതായാലും അത്തരത്തിലൊരു മഞ്ഞുരുക്കം ഉണ്ടായില്ലെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലവിൽ ഉള്ളത്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട്, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അമേരിക്കയുടെ നിലപാടാണ് നിർണായകമാകുന്നത്. ഏത് സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സർവ്വസന്നാഹവുമായി യുദ്ധം നേരിടാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗസയിലെ അധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ്. ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമാണെന്ന് ഹമാസ് അറിയിച്ചു. ബന്ദി കൈമാറ്റം അവസാനിച്ച സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. അതിനിടെ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൂടി ഇന്ന് കൊല്ലപ്പെട്ടു. അബ്ബാസ് മുഹമ്മദ് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ ഹമാസിന്റെ ഈ പുതിയ നീക്കത്തെ, നിലപാടിനെ എങ്ങനെ വേണം കാണാൻ? ഒപ്പം ഈ വെടിനിർത്തൽ നിലവിൽ നിൽക്കുമ്പോഴും ആക്രമണം തുടരുകയാണോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ജീന, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നലെയാണ് അബ്ബാസിലേക്ക് എത്താം. ഏതായാലും അബ്ബാസ് തുടങ്ങി വെച്ചത് ഇങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഗസയിലെ അധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമാണെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ദി കൈമാറ്റം അവസാനിച്ച സാഹചര്യത്തിൽ തന്നെ റഫ അതിർത്തി വളരെ പെട്ടെന്ന് തന്നെ തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫലസ്തീൻ ജനത ഉള്ളത്. മാനുഷിക സഹായം അത്യാവശ്യമായി അവിടെ എത്തേണ്ട ഘട്ടത്തിൽ പോലും ഈ റഫ അതിർത്തി തുറക്കാത്തത് പല രീതിയിൽ ഗസയിലെ ജനങ്ങളുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി എത്രയും പെട്ടെന്ന് തുറക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടുത്തെ ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ
ആക്രമണം ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അബ്ബാസിലേക്ക് പോവുകയാണ്. അബ്ബാസ്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അധികാരം കൈമാറാൻ തയ്യാറായി എന്ന് ഹമാസ് പറഞ്ഞു എന്നതാണ്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്നും പറയുന്നു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? ജീന, ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് ഗസയിലെ അധികാരം കൈമാറുക എന്നുള്ളത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു. അതിന് തങ്ങൾ ഒരുക്കമാണ് എന്നാണ് ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമാസിന്റെ വക്താവ് കാസിം ഹസാം അദ്ദേഹം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ ഒരു അധികാരം, ദൈനംദിന പ്രവർത്തനങ്ങളുടെ അധികാരം, ഗസയിലെ അധികാരം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് വേണ്ടി കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെഡിയാണ്. തങ്ങൾ അതിന് സജ്ജമാണ് എന്ന് ഇന്ന് ഹമാസ് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതോട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യം തന്നെയാണ് ഈ അധികാരം. 15 അംഗ ഈ നാഷണൽ കമ്മിറ്റി ഫോർ ഗസ എന്ന് പറയുന്ന ഈ NCAG എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അധികാരം കൈമാറുക എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ട് ചുവടുവെപ്പാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ അധികാരം കൈമാറുന്നതിനൊപ്പം തന്നെ ഈ ഗസയിലേക്കുള്ള റഫ അതിർത്തി വഴിയുള്ള സുഗമമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് അത് തുറക്കാൻ, റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നുള്ള ആവശ്യം കൂടി കഴിഞ്ഞ ദിവസം ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നും ആ ആവശ്യം ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ റഫ അതിർത്തി തുറക്കാൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗസയിലുണ്ടായിരുന്ന അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പും ഇസ്രായേലിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ 15 ഇസ്രായേലിൻ്റെ പക്കലുണ്ടായിരുന്ന 15 ആളുകളെ കൂടി ഇസ്രായേൽ ഭരണകൂടം ഗസയിലേക്കും കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് പൂർണ്ണമായിരിക്കുകയാണ്. ഈ പൂർണ്ണമായ സാഹചര്യത്തിൽ തന്നെ അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ടത് റഫ അതിർത്തി തുറക്കുക എന്നുള്ളതാണ്. റഫ എന്ന് പറയുന്നത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രേഖയാണ്. അവരുടെ പുറത്തേക്കുള്ള പോക്ക്, അതുപോലെ മെഡിക്കൽ, അതുപോലെ ഭക്ഷണം, ഇന്ധനം എന്നിവയൊക്കെ ഗസയിലേക്ക് എത്താൻ ഈ റഫ അതിർത്തി തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അക്കാര്യം UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ അറബ് രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പിന് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം റാൻഗിലി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അവസാനത്തെ ബന്ദിയുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗസയെ നിരായുധീകരിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കാകും ഇനി ഇസ്രായേൽ പോവുക എന്നുള്ളതാണ്. ഏതായാലും റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേ സമയത്ത് തന്നെയാണ് തങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായി ഈ ഗസയിലെ ഭരണം ഞങ്ങൾ ഈ ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറാൻ ഒരുക്കമാണ് എന്ന് ഹമാസ് പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതോടുകൂടെ തന്നെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, പതിവ് പോലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായ ശേഷവും ഗസയിൽ തുടർന്നു എന്നുള്ളതാണ്. ഗസയിൽ ഇന്ന് 2 പേർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രം 480-ലേറെ പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ അതിശൈത്യമാണ് ഗസയിൽ നിലവിലുള്ളത്. മിസൈൽ വേണ്ട, മിസൈലിന് പകരം ഒരു മഴയോ ഒരു തണുപ്പോ ഉണ്ടായാൽ മാത്രം ഗസയിലെ ജീവൻ പൊലിഞ്ഞു പോകുമെന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. ഏതായാലും ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഗസ അതിർത്തി തുറക്കുക. ഒമാനിൽ വ്യാവസായിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കി. വ്യാവസായിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ നിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. മെയ് 1 മുതൽ നിയമം കർശനമായി നടപ്പാക്കും. ഫെബ്രുവരി 9 മുതൽ അപേക്ഷിക്കാം. ഒമാനിലെ വ്യാവസായിക മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സംവിധാനം നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം. വ്യാവസായിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ നിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. നിശ്ചിത തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ ഫെബ്രുവരി 9 മുതൽ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി അക്രഡിറ്റേഷനായി അപേക്ഷിക്കണം. മെയ് 1 മുതൽ നിയമം കർശനമായി നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം. നിശ്ചിത തീയതിക്ക് ശേഷം ലൈസൻസ് ഇല്ലാത്തവർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുകയോ നിലവിലുള്ളവ പുതുക്കി നൽകുകയോ ചെയ്യില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാക്ടറി മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, മെയിൻ്റനൻസ് മാനേജർ, കെമിസ്റ്റുകൾ, വിവിധ സാങ്കേതിക വിദഗ്ധർ എന്നിവർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ഉള്ളവർക്ക്
പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കൂടാതെ മെഷീൻ ഓപ്പറേറ്റർ, ഫുഡ് ഇൻഡസ്ട്രി ടെക്നീഷ്യൻ, കാർപ്പന്റർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉള്ളവർക്കും ലൈസൻസ് വേണം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അക്രഡിറ്റേഷൻ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ജീവനക്കാർ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരുടെ അക്കാദമിക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ധനകാര്യ, ഭരണ, പരിപാലന, സേവന വകുപ്പിന് നൽകണം. ഭരണരേഖകൾ കാര്യക്ഷമമാക്കാനും ജീവനക്കാരുടെ യോഗ്യത സ്ഥിരീകരിക്കാനുമാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ട്രാഫിക് നിയമത്തിലെ 94-ാം വകുപ്പ് പ്രകാരം കുറ്റക്കാർക്ക് 1 മാസം മുതൽ 3 വർഷം വരെ തടവോ 10,000 മുതൽ 50,000 റിയാൽ വരെ പിഴയോ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും. അബ്ഷിർ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി സൗദി ആഭ്യന്തര മന്ത്രാലയം. നഷ്ടപ്പെട്ട വാഹനങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ, മോട്ടോർ സൈക്കിളുകളുടെ ഉടമസ്ഥാവകാശം കൈമാറൽ തുടങ്ങിയ സേവനങ്ങൾ പുതുതായി ഉൾപ്പെടുത്തി. ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇലക്ട്രോണിക് സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് സേവനങ്ങളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിറിൽ നിലവിൽ നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ സർവീസുകൾ ഉൾപ്പെടുത്തി സൗദി ആഭ്യന്തര മന്ത്രാലയം. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് സേവനങ്ങൾ. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമി പ്രഖ്യാപനം നടത്തി. ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദി രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. എയർ റൈഫിൾ ലൈസൻസ് നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യൽ, സുരക്ഷാ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി തേടൽ, വാഹനം നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യൽ, വാഹന ഇസ്തിമാറ നഷ്ടപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യൽ, മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷനും കൈമാറ്റം ചെയ്യലും തുടങ്ങിയ 15ഓളം സേവനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. വ്യക്തിഗത അബ്ഷിർ പ്ലാറ്റ്ഫോം വഴിയും ബിസിനസ് അബ്ഷിർ വഴിയും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ വ്യാപകമായ സ്വദേശിവൽക്കരണം നടപ്പാക്കും. ജനറൽ മാനേജർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് മാനേജർ എന്നീ തസ്തികകളിൽ വിദേശികൾക്ക് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തും. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. മലയാളികളായ പ്രവാസികളെ അടക്കം നിരവധി പേരെ പുതിയ തീരുമാനം ബാധിക്കും. 3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിയമം നടപ്പാക്കുക. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ജനറൽ മാനേജർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, മാർക്കറ്റിംഗ് സ്പെഷ്യാലിസ്റ്റ്, പർച്ചേസിംഗ് മാനേജർ എന്നീ തസ്തികകൾ വിദേശികൾക്ക് മാത്രമാക്കും. പ്രവാസികൾക്കുള്ള രേഖകളിൽ നിന്ന് നിലവിൽ ജനറൽ മാനേജർ പ്രൊഫഷൻ നീക്കം ചെയ്തിട്ടുണ്ട്. ഇത്തരക്കാർക്ക് സിഇഒ, ബോർഡ് ചെയർമാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് മാറ്റാൻ കഴിയും. ജീവനക്കാരനെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനിൽ അതേ പ്രൊഫഷൻ രജിസ്റ്റർ ചെയ്താലാണ് ഇത് സാധ്യമാവുക. സ്ഥാപനത്തിൽ അതേ പ്രൊഫഷനിലുള്ള മറ്റു ജീവനക്കാർ ഉണ്ടാകാനും പാടില്ല. സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്വകാര്യ മേഖലയിൽ 60% മാർക്കറ്റിംഗ് പ്രൊഫഷണൽ മേഖലയിലെ സ്വദേശിവൽക്കരണം. തസ്തികയിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ബാധകമാവുക. മാർക്കറ്റിംഗ് പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ കുറഞ്ഞ വേതനം 5,500 റിയാലായും നിശ്ചയിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, അഡ്വർടൈസിംഗ് മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, അഡ്വർടൈസിംഗ് ഡിസൈനർ, പബ്ലിക് റിലേഷൻ സ്പെഷ്യാലിസ്റ്റ്, അഡ്വർടൈസിംഗ് സ്പെഷ്യാലിസ്റ്റ്, മാർക്കറ്റിംഗ് സ്പെഷ്യാലിസ്റ്റ്, പബ്ലിക് റിലേഷൻസ് മാനേജർ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ തസ്തികയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കും. 3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിയമം നടപ്പാക്കുക. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ ജനസംഖ്യയിൽ 5% വർധന. ഇന്ത്യക്കാരുടെ എണ്ണം 10 ലക്ഷത്തിന് മുകളിൽ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിദേശികളുടെ എണ്ണം 7.3% ഉയർന്ന് 36.7 ലക്ഷമായി. രാജ്യത്തെ മൊത്തം ജനസംഖ്യ 5% വർദ്ധിച്ച് 5.237 ദശലക്ഷത്തിലെത്തി. വിദേശികളിൽ 1 ദശലക്ഷത്തിലധികം ആളുകളുമായി ഇന്ത്യക്കാരാണ് മുന്നിൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നേരിയ വർധനയും രേഖപ്പെടുത്തി. നിലവിൽ കുവൈത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 20%, പ്രവാസികളുടെ 29% ഇന്ത്യക്കാരാണ്. അതേസമയം കുവൈത്ത് പൗരന്മാരുടെ എണ്ണം കുറഞ്ഞ് 1.563 ദശലക്ഷമായി. ജനസംഖ്യയിലെ വിഹിതം 29.85% താഴ്ന്നു. ഗാർഹിക ജോലിക്കാരിൽ 40.1%, സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളിൽ 30.8% ഇന്ത്യക്കാരാണ്. പ്രവാസി സമൂഹത്തിൽ ഈജിപ്തുകാർ 2ാം സ്ഥാനത്തും ബംഗ്ലാദേശികൾ 3ാം സ്ഥാനത്തും ഫിലിപ്പീനുകാർ 4ാം സ്ഥാനത്തുമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മീഡിയ 1, കുവൈത്ത്.
കുവൈത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉപരിതല ന്യൂനമർദ്ദം ശക്തമാകുന്നതോടെ മേഘാവരണം വർദ്ധിക്കുകയും പൊടിക്കാറ്റുണ്ടാകാനും സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 15 മുതൽ 55 കിലോമീറ്റർ വരെയാകാം. കടലിൽ തിരമാലകൾ 6 അടി വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കടൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിൽ പരമാവധി താപനില 20 മുതൽ 23 ഡിഗ്രിയും കുറഞ്ഞത് 8 മുതൽ 11 ഡിഗ്രിയും ആയിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുവൈത്തിലെ അബ്ബാസിയയിൽ കർശന സുരക്ഷാ പരിശോധന. നിരവധി നിയമലംഘകർ പിടിയിൽ. ഫർവാനിയ ഗവർണറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വിവിധ കേസുകളിൽപ്പെട്ടവരെയും അറസ്റ്റ് വാറണ്ടുള്ള നിരവധി പേരെയും തെരുവ് കച്ചവടക്കാരെയും കസ്റ്റഡിയിലെടുത്തു. ലൈസൻസ് ഇല്ലാത്ത ബാർബർ ഷോപ്പും താൽക്കാലിക പച്ചക്കറി ഗോഡൌണും പിടിച്ചെടുത്തു. ചട്ടങ്ങൾ ലംഘിച്ച വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. രാജ്യത്തുടനീളം ഇത്തരം കർശന പരിശോധനകൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയുടെ ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ വർധന. 4 വർഷത്തിനിടെ 60% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. നാഷണൽ സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സൗദിയുടെ ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതിയിലാണ് വളർച്ച. 60% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെയാണ് ഈ വളർച്ച. 2021 13 ബില്യൺ റിയാലായിരുന്നു കയറ്റുമതി. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇത് 22 ബില്യൺ റിയാലിലേക്ക് ഉയർന്നു. നാഷണൽ സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നിലവിൽ രാജ്യത്തെ ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ഏകദേശം 1900 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മാസവും പുതിയ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന 2ാമത്തെ മേഖലയാണ് ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി മേഖല. 200 ബില്യൺ റിയാലാണ് മേഖലയുടെ മൊത്തം മൂല്യം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ചരിത്രത്തിൽ ആദ്യമായി ദിർഹമിന്റെ മൂല്യം ഇന്ന് 25 രൂപ പിന്നിട്ടു. ഒരു ദിർഹമിന് 25 രൂപ 6 പൈസ എന്നതാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് കൂപ്പുകുത്തുന്നു. ആഗോളതലത്തിലെ അരക്ഷിതാവസ്ഥയാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. ഈ പ്രവണത തുടരുമെന്ന് സ്വർണ്ണവില പവന് 2 ലക്ഷം കടക്കാനും സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തുള്ളവർ വിലയിരുത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് ദിർഹത്തിന്റെ വിനിമയ നിരക്ക് 25 രൂപ പിന്നിട്ടിരിക്കുന്നു. സ്വർണത്തിന്റെ വില ഒരടി മേപ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം 2 അടി താഴേട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമ്മോട് സംസാരിക്കുകയാണ് മലബാർ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ. ഈ പ്രവണത എത്ര കാലം തുടരും? ഇന്ത്യൻ എക്കണോമിനെ ഇത് എങ്ങനെ ബാധിക്കും? അത് സാധാരണക്കാരുടെ ജീവിതത്തെ തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും. സ്വർണ്ണവില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് സ്വർണത്തിന് ഏകദേശം 100% കൂടുതൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഒരു നിക്ഷേപം എന്ന നിലയിൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത പ്രോപ്പർട്ടിയും ഡെയിലി ഹാൻഡിൽ ചെയ്യാത്ത സ്റ്റോക്കും അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡ്. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ഗോൾഡ്. ഇനിയും സ്വർണത്തിൻ്റെ വില മുന്നോട്ട് തന്നെ പോകും. പ്രത്യേകിച്ചും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ ഒരു ട്രേഡ് വാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ പോലെ ഒരു സേഫ് ഹെവൻ എല്ലാ പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ ഇൻവെസ്റ്റേഴ്സും സെൻട്രൽ ബാങ്ക്സും ഒക്കെ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ വാങ്ങിച്ചു കൂട്ടുന്നത് കൊണ്ട് സ്വർണത്തിൻ്റെ വില മുന്നോട്ട് തന്നെ പോകാനാണ് സാധ്യത. നമ്മൾ സ്വർണത്തിന് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം സ്വർണത്തിനുണ്ടായതിനേക്കാൾ വളരെ കൂടുതൽ വെള്ളിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വർണത്തിൻ്റെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര കാലം തുടരും? അത് നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഇന്ന് ഒരു അരക്ഷിതാവസ്ഥ ലോകത്തിലുണ്ട്. അത് സൈലൻ്റ് ആയാൽ, സുക്കൂനായാൽ പ്രൈസ് താഴോട്ട് വരും. പക്ഷെ വെള്ളിയുടെ പ്രൈസ് മേലേക്ക് പോയത് വളരെയധികം താഴോട്ട് വന്നൊന്നും വരില്ല. കാരണം വെള്ളി ഒരു ഓർണമെൻറ്റിന് ഉപയോഗിക്കുന്ന സാധനമല്ല, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയലാണ്. പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. സ്വർണ്ണതല്ല. സ്വർണ്ണം ലോകത്ത് മനുഷ്യന് സ്വർണം കണ്ടെടുത്തിയ കാലം മുതലുള്ള സ്വർണം മുഴുവൻ ഈ ഭൂമിയിലുണ്ട്. ഒന്നുകിൽ ട്രഷറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭൂമിയിൽ കാണാതെ പോയിട്ടുണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വർണം ഒരു ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇത്ര വില കൂടിയിട്ടും എല്ലാ കല്യാണങ്ങൾക്കും ധാരാളം സ്വർണം മേടിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസല്ല ആളുകൾ നോക്കുന്നത്, എത്ര
തൂക്കം കൊടുക്കണമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് ആ ഹാബിറ്റ് മാറാൻ പോകുന്നില്ല. 2018 ഞാൻ ഓർക്കുന്നത് 1000 ടൺ സ്വർണം ഉപയോഗിച്ച ഒരു വർഷത്തിൽ കേരളത്തിൽ 200 ടൺ ഉപയോഗിച്ചു. അപ്പോൾ 2.56% പോപ്പുലേഷനുള്ള കേരളത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.56% ഉള്ളൂ. പക്ഷേ അവിടെ കൺസ്യൂം ചെയ്തത് 200 ടണ്ണാണ്. അപ്പോൾ അത് ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൻ്റെ കാര്യം പ്രത്യേകം നോക്കിക്കഴിഞ്ഞാലും ഇതുതന്നെയാണ് സ്ഥിതി ഉണ്ടാവുക. അത് കുറയാൻ പോകുന്നില്ല. ഈ ലോകത്ത് അരക്ഷിതാവസ്ഥ തുടരുന്ന കാലത്തോളം സ്വർണത്തിൻ്റെ വില മേലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് തുടക്കമായി. തിരുവനന്തപുരം നിശാഗന്ധിയിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികളുടെ ആഗോള പൊതുവേദിയായി ലോക കേരള സഭ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാളെ മറ്റന്നാളുമായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുക. ഇത്തവണയും പ്രതിപക്ഷ ബഹിഷ്കരണത്തോടെയാണ് ലോക കേരള സഭ ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ശശി തരൂർ എംപിക്കും പൊതുസമ്മേളന പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഇരുവരും പങ്കെടുത്തില്ല. 5ാം പതിപ്പിൽ 125 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 182 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രവാസികൾക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാനും വികസനത്തിൽ പങ്കാളികളുമാകാനുള്ള വേദി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇത് പ്രവാസികളുടെ ഒരു പാർലമെന്റാണ് യഥാർത്ഥത്തിൽ. അത് പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും ആവണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കും അത് തിരിച്ച് കാണിക്കാൻ കഴിയണ്ടേ? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് കഴിയുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സോടെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയുകയാണ്. നാളെ രാവിലെ 10-ന് നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭാ നടപടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 8 പ്രധാന വിഷയങ്ങളിലൂന്നിയ ചർച്ചകളും പ്രാദേശിക സമ്മേളനങ്ങളും നാളെ മുതൽ നടക്കും. ദൂർത്ത് ആരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തതക്കുറവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മീഡിയ 1, തിരുവനന്തപുരം. ലോക കേരള സഭ സർക്കാർ നടത്തുന്ന ദൂർത്ത് മാമാങ്കമാണെന്നും പ്രവാസികൾക്ക് ഒരു മെച്ചവും ലഭിക്കാത്ത പരിപാടി ബഹിഷ്കരിക്കുമെന്നും കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനകൾ. പരിപാടിയും സംബന്ധ യോഗങ്ങളും ബഹിഷ്കരിക്കാൻ OICC, IYCC ലീഡർ കെ കരുണാകരൻ, സ്റ്റഡി സെന്റർ, GCC ചാപ്റ്റർ എന്നീ കൂട്ടായ്മകളാണ് തീരുമാനമെടുത്തത്. ഓരോ സഭ കൂടുമ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികളല്ലാതെ പ്രായോഗികമായി പ്രവാസികൾക്ക് ഒരു മെച്ചവും ലഭിക്കുന്നില്ല. വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനോ മടങ്ങി വരുന്നവർക്ക് തൊഴിൽ ഉറപ്പാക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല. ഇത്തരം കാതലായ വിഷയങ്ങളിൽ ഇടപെടാതെ പ്രവാസികളുടെ പേരും പറഞ്ഞ് ആഘോഷങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ തട്ടിപ്പാണെന്നും കോടികൾ പൊടിച്ച് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് വെറും ദൂർത്താണെന്നും സംഘടനകൾ ആരോപിച്ചു. സംസ്ഥാന ബജറ്റ് പ്രവാസി സമൂഹത്തെ നിരാശപ്പെടുത്തിയെന്ന് കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഇൻകാസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണ പ്രവർത്തനം മാത്രമായി ബജറ്റ് ചുരുങ്ങിയെന്ന് ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് കുറ്റപ്പെടുത്തി. തീർത്തും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെപ്പോലെ പ്രവാസികളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ GDPയുടെ 1/3 സംഭാവന നൽകുന്ന പ്രവാസ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന കടും വഞ്ചനയാണ്. വോട്ട് ലാക്കാക്കി ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ശ്രീ പിണറായി സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിനെ ഇൻകാസ് UAE ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് KM ഷാജി. സെക്കുലർ സമൂഹത്തിൽ വർഗീയത സൃഷ്ടിക്കാനായി നികേഷ് കുമാർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ കോടതി തള്ളിക്കളഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ നടക്കുന്ന കാസർഗോഡ് KMCC ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു KM ഷാജി. സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അയോഗ്യത നീക്കിയിരിക്കുകയാണ്. MP നികേഷ് കുമാറാണ് അവിടെ കേസ് കൊടുത്തത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? നികേഷ് കുമാറുമായിട്ടുള്ള 2016 മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് 2018 നവംബറിൽ ഈ വിധി വരുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധി വരുന്നത്. അത് കേസിന് ആധാരമായിട്ട് നികേഷ് കുമാർ ചെയ്തിരുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീചമായിട്ടുള്ള ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള വളരെ വർഗീയ പരാമർശങ്ങൾ നേർന്ന് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടീസ് വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കൊടുത്തൊരു കേസായിരുന്നു അത്. ഞങ്ങളപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു.
ഞങ്ങൾ പിന്നെ നിരന്തരമായി കോടതിയോട് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് കേൾക്കണം, ഞങ്ങളെ കേൾക്കണം എന്നുള്ള നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അറിയാലോ, സുപ്രീം കോടതിയുടെ അതിങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ കോടതി അതിൻ്റെ റെഗുലർ ലിസ്റ്റിലല്ല ഇതെടുത്തത്, അതിൻ്റെ മിസ്ലേനിയസ് ലിസ്റ്റിലാണ് കേസ് വന്നത്. എന്നുവെച്ചാൽ കേസിൻ്റെ കാലാവധി ഇതൊക്കെ കഴിഞ്ഞു, ഇനി ആ കേസിന് പ്രസക്തി ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ കോടതി അത് തള്ളാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്കതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അയോഗ്യതയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഈ അയോഗ്യതയുടെ വിഷയത്തിൽ ഞങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കോടതി പിന്നെ കേസ് ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ കേസ് അലോ ചെയ്യുന്നതിന് പകരം അതിനെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു പിന്നെ ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു, അങ്ങനെ അയോഗ്യനാക്കാനുള്ള ആ പെർമിഷൻ അല്ലെങ്കിൽ അതിനുള്ള അധികാരം കോടതിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞങ്ങളുടെ പോയിന്റാണ് സുപ്രീം കോടതി പിന്നെ എൻഡോസ് ചെയ്യുന്നത്. സുപ്രീം കോടതി ആ നിരീക്ഷണം നടത്തുകയും ചെയ്തത് ഹൈക്കോടതിക്ക് ഇത്തരം ഒരു കാര്യത്തിൽ വിധി പറയാൻ അയോഗ്യത കൽപ്പിക്കാൻ അവകാശമില്ല എന്നുള്ള രീതി തന്നെ കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു. ഇനിയിപ്പം വരാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയുള്ള ഇത്തരം ഇലക്ഷൻ കേസുകളിൽ പോലും ഇതൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു മുൻകാല പ്രാബല്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വരാൻ പോവാണ്, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ വളരെ ആസൂത്രിതമായിട്ട് ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. പക്ഷേ അതൊക്കെ ഒരു വളരെ വൈരനിര്യാതനമായിട്ട് നമ്മളുടെ ഒരു സെക്കുലർ ഫാബ്രിക്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഗീയത പറഞ്ഞു എന്ന് പറയാം. ഞാനൊരു 20-22% മുസ്ലിങ്ങൾ മാത്രമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. എന്നിട്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതേ രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പിന്നെ ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ടാണ് പറയണത്. അള്ളാഹുവിൻ്റെ ഒരു കളി എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രി പിന്നെ നിയമസഭയിൽ എന്നെ കോട്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എന്നെ കോട്ട് ചെയ്തു. ഇന്ന് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും പോലും വൃത്തികെട്ട മനസ്സോടുകൂടിയാണ് അയാൾ ആ ബജറ്റ് തുടങ്ങുന്നത് പോലും. ആ സമയത്താണ് 11 മണിക്ക് ബജറ്റ് അയാൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി എന്നെ വർഗീയവാദി എന്ന് പറഞ്ഞ നികേഷ് കുമാറിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വാദത്തെ വലിച്ച് ചവറ്റുകൊട്ടയിലിട്ടിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കള്ളത്തരങ്ങളും അല്ലെങ്കിൽ നെറികേടുകളുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകാരെടുത്താൽ ചെറ്റത്തരം എന്നാണ് അയാൾ പറഞ്ഞത് മുഖ്യമന്ത്രി. ആ ചെറ്റത്തരം ചെയ്തതിന് കിട്ടിയ തിരിച്ചടിയാണ് സത്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ഇപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ മാറിയോടുകൂടി ഷാജി ഇപ്പോൾ എന്തായാലും കാസർഗോഡാണോ അല്ലെങ്കിൽ കൊടുവള്ളിയിലാണോ മത്സരിക്കാനുള്ള സാധ്യത ഏറിയില്ലേ? അല്ല, മത്സരം അല്ലൊന്നുമല്ല ഇതിൻ്റെ കാര്യം. ഇതൊരു പിന്നെ ക്വാളിഫൈഡ്, ഞാൻ ഓൾറെഡി ക്വാളിഫൈഡ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, അവൻ നികേഷ് കുമാറിനെ പോലത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫ്രോഡ് ചെയ്തിരിക്കുന്ന ഇത്തരം കൃത്രിമത്വത്തിൻ്റെ മുമ്പിലൊന്നും ഡിസ്ക്വാളിഫൈ ആവാൻ മാത്രമൊന്നുമല്ല എൻ്റെ ജീവിതം. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിന് മത്സരം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അത് പാർട്ടി അനുവദിച്ചാലൊക്കെ നടക്കേണ്ട കാര്യമാണ്. മത്സരം എന്നുള്ളതല്ല. നമ്മൾ വേണം എന്തും വിളിച്ചോട്ടെ. ഒരു വർഗീയവാദി എന്ന് വിളിക്കുന്ന പോലത്തെ ഒരു തോന്നിവാസം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചെറ്റത്തരം, അതൊക്കെ ചെയ്തതിനെതിരെ തന്നെയാണ് സത്യത്തിൽ ഈ വിധിയിലെ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി ഔദ്യോഗിക സ്വീകരണം സംഘടിപ്പിച്ചു. കുവൈത്ത് വൈദ്യുതി ജലമന്ത്രി സുബൈഹ് അൽ മുഖൈസി മുഖ്യ അതിഥിയായിരുന്നു. ഇന്ത്യ കുവൈത്ത് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർന്നതിനു ശേഷം സാമ്പത്തികം, വ്യാപാരം, ഊർജ്ജം, നിക്ഷേപ മേഖലകളിൽ സഹകരണം ശക്തമായതായി അംബാസിഡർ പറഞ്ഞു. ഉന്നത കുവൈത്ത് ഉദ്യോഗസ്ഥരും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പൗരന്മാരുടെ കയ്യിലാണ് റിപ്പബ്ലിക്കിന്റെ ഭാവിയെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന സദസ് അഭിപ്രായപ്പെട്ടു. ഭരണഘടനാ ശില്പികളും രാഷ്ട്രനായകരും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യം ശക്തിപ്പെടുത്താൻ സാധിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഷഫീഖ് അറയ്ക്കൽ, ഷംന ആസ്മി, സാദിഖ് ചെന്നാടൻ, ആരിഫ് വടകര, ഷജീർ മുല്ലക്കര തുടങ്ങിയവർ സംസാരിച്ചു. അനീസ് മാള മോഡറേറ്ററായിരുന്നു. റാപ്പിഡ് ക്വിസും ദേശഭക്തി ഗാനവും സദസ്സിൽ അരങ്ങേറി. സൗദി ബുറൈദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവർ പങ്കെടുത്തു. ബുറൈദ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഹരി രാമചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് സന്ദേശം വായിച്ചു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുബൈർ കളത്തിൽ, നിഷ ബിജു, ജാവേദ് ഹസൻ എന്നിവർ സംബന്ധിച്ചു. 7 സംസ്ഥാനങ്ങളുടെ കലാസാംസ്കാരിക പൈതൃകങ്ങൾ വഹിച്ചുള്ള പ്ലോട്ടുകൾ, വ്യത്യസ്ത കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. പ്ലോട്ട് ഒരുക്കിയതിൽ കേരളത്തിന് 1ാം സ്ഥാനവും ഉത്തർപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾ 2ഉം 3ഉം സ്ഥാനവും കരസ്ഥമാക്കി. അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകി. മീഡിയ 1 ബുറൈദ.
കേരള പ്രസ് ക്ലബ്ബ് കുവൈത്ത് ഏർപ്പെടുത്തിയ രണ്ടാമത് ഗഫൂർ മൂടാടി പ്രസ് ഫോട്ടോ അവാർഡ് വിതരണം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചി ബ്യൂറോയിലെ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫർ എ സനേഷ് പുരസ്കാരം ഏറ്റുവാങ്ങി. 50,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ എൻ അളകപ്പൻ മുഖ്യാതിഥിയായിരുന്നു. TV ഹിക്മത്ത് അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ന്യൂസ് അവതാരക മാധു സജി, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PR പ്രവീൺ, സത്താർ കുന്നിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക കേരള സഭ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലം കയറ്റുമതി സ്ഥാപനമായ റബ്ബാന ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. 18 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി സ്ഥാപനങ്ങളുമായി ധാരണയിലെത്താൻ ഗൾഫ് ഫുഡ് മേളയിൽ കഴിഞ്ഞതായി കമ്പനി അധികൃതർ പറഞ്ഞു. കേരളത്തിലെ ഈരാറ്റുപേട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏലം ബ്രാൻഡാണ് റബ്ബാന. മറ്റ് ഏലം ഉൽപാദക രാജ്യങ്ങളോട് മത്സരിച്ച് ഇന്ത്യൻ ഏലക്കയുടെ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് റബാന MD മുഹമ്മദ് വടക്കേടത്ത് പറഞ്ഞു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിപണി കണ്ടെത്താൻ ഗൾഫ് ഫുഡിന്റെ സാന്നിധ്യം അവസരമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ കമ്പനിയാണ് വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്പോർട്ടർ ഫ്രം ഇന്ത്യ. ഞങ്ങൾ മന്ത്ലി ഒരു 400 ടണ്ണോളം ഞങ്ങൾ എക്സ്പോർട്ട് ഒരു മാസം പോകുന്നുണ്ട്. സിറ്റുവേഷൻ ഈ കൊല്ലത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ഫോറക്സ് ഏൺ ചെയ്യുന്ന തന്നെ കാർഡമം ഇൻഡസ്ട്രി നല്ല പങ്കുവച്ചിട്ടുണ്ട്. 75 വർഷത്തിലേറെയായി ഈരാറ്റുപേട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വടക്കേർത്ത് ഇൻഡസ്ട്രീസിന്റെ ഗ്രാൻഡ് കാർഡമം ബ്രാൻഡാണ് റബ്ബാന. ഓർഗാനിക് ഏലക്കയുടെ കൃഷി, പ്രോസസിംഗ്, പാക്കിംഗ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലെ മുൻനിര സ്ഥാപനമാണിത്. ദോഷകരമായ രാസവസ്തുക്കൾ ഒഴിവാക്കി ഏലക്ക സംസ്കരിക്കുന്നതാണ് ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്ക് കാരണമെന്ന് റബ്ബാന സംരംഭകർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ദുബായിൽ പുരോഗമിക്കുന്ന ഗൾഫ് ഫുഡ് ഭക്ഷ്യമേളയിൽ കുനാഫ പായസം അവതരിപ്പിച്ച മലയാളി സ്ഥാപനമായ നെല്ലറ. നൂതന രുചികൾ ഭക്ഷണപ്രേമികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ വിഭവം വിപണിയിൽ എത്തിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. അറബികളുടെ പ്രിയപ്പെട്ട മധുരമായ കുനാഫയും മലയാളികളുടെ പ്രിയപ്പെട്ട പായസവും കൈകോർക്കുന്ന പുതുരുചിയാണ് കുനാഫ പായസം. നെല്ലറ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ കരിമ്പനയ്ക്കൽ, സിഇഒയും ഡയറക്ടറുമായ ഫസലു റഹ്മാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുള്ള എന്നിവർ ചേർന്ന് കുനാഫ പായസം ഗൾഫ് ഫുഡിൽ അവതരിപ്പിച്ചു. ഈ സ്പൈസസ് കാറ്റഗറിയിൽ നമ്മൾ ഇൻസ്റ്റാ ഷെഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ 10ഓളം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ വരും മാസങ്ങളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ഒരു സമയമാണ്, പണ്ടത്തെ പോലല്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ സന്തോഷകരവും അതിലൊരു അഭിമാനമായിട്ടുള്ള നിമിഷത്തിലാണുള്ളത്. ഓരോ സമയത്തും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഇറക്കി നിങ്ങളൊക്കെ ഒരു വ്യത്യസ്തമാക്കുന്ന ഒരു കമ്പനിയാണ് നെല്ലറ. ഈ നെല്ലറയുടെ ഏറ്റവും വ്യത്യസ്തമായൊരു പ്രൊഡക്റ്റാണ് നെല്ലറ കുനാഫ മിക്സ്. ശരിക്കും നമ്മളോളം ദുബായിൽ എല്ലാവരും ട്രെൻഡാണ് ഈ ഒരു കുനാഫ. ശരിക്കും ഞാൻ ലാസ്റ്റ് റഷ്യയിൽ പോയപ്പോഴാണ് അവിടുത്തെ ആളുകൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ദുബായിയുടെ പായസം കുനാഫ ഉണ്ടോ, അല്ലെങ്കിൽ ദുബായിയുടെ ചോക്ലേറ്റ് ചോദിക്കുന്നത്. ശരിക്കും ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കുനാഫ. 42 വർഷത്തെ പാരമ്പര്യമുള്ള നെല്ലറ കുനാഫ പായസത്തിലൂടെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഫ്യൂഷൻ രുചിയാണ് സമ്മാനിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ UAE-യിലെ സൂപ്പർ മാർക്കറ്റുകളിൽ കുനാഫ പായസം ലഭ്യമായി തുടങ്ങും. നെല്ലറയുടെ പുതിയ കറി മിക്സും ഗൾഫ് ഫുഡിൽ നടന്ന ചടങ്ങിൽ ഉപഭോക്താക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചു. മീഡിയ 1 ദുബായ്. സൗദിയിലെ ജിദ്ദയിൽ അൽ വഫ ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. ബാഗ്ദാദിയിലെ സരിയ സ്ക്വയറിലാണ് വിശാലമായ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. സൗദി അറേബ്യയിലെ 13ാമത്തെ ഔട്ട്ലെറ്റാണ് തുറന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റോർ. അറബ് പരമ്പരാഗത ആഘോഷ പരിപാടികളോടെയായിരുന്നു അൽവഫ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ്. ബാഗ്ദാദിലെ സരിയ സ്ക്വയറിലാണ് വിശാലമായ ഹൈപ്പർ മാർക്കറ്റ്. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റോർ. ജിദ്ദ മുനിസിപ്പാലിറ്റി മേധാവി ഷെയ്ഖ് എൽ സയീദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുനിസിപ്പൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അൽ മുൻതഷിരി, വ്യവസായി ഡോക്ടർ സ്വാലിഹ് മലിക്, ഷെയ്ഖ് മുഹമ്മദ് സാദ് മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. അൽവഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ സിദ്ദീഖ് കോറോത്ത്, മുഹമ്മദ് കോറോത്ത്, മാജിദ് കോറോത്ത്, അബ്ദുൽ നാസർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഇതുവരെ ഞങ്ങൾ വിജയിപ്പിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടുള്ള നന്ദിയും സന്തോഷവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ വർഷം 2026 എൻ്റർ കിങ്ഡം അൽവഫ 10 ഹൈപ്പർ മാർക്കറ്റുകളാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
അതിനോടൊപ്പം തന്നെ 1000-ഓളം സൗദികൾക്ക് തൊഴിലവസരങ്ങളാണ് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതാണ് അൽവാഫയുടെ പ്രത്യേകത. ഉദ്ഘാടനത്തോടനുബന്ധിച്ചും റമദാൻ സീസണിന്റെ ഭാഗമായും വമ്പൻ ഓഫറുകളും ലഭ്യമാണ്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൂടെ ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ബട്ട് ദ വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് വാട്ട് ഹൈപ്പർ അൽവഫ. ഞങ്ങളുടെ ഏറ്റവും പുതിയ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെല്ലാം വളരെ പ്രൗഡാണ്, വളരെ ഹാപ്പിയാണ്. ആൻഡ് നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനോട് അടുത്ത് നിൽക്കുന്നൊരു സമയത്താണ് ഇവിടെ ഉള്ളത്. ആ ഒരു സമയത്ത് കസ്റ്റമേഴ്സിന് ഏറ്റവും മിതമായ നിരക്കിൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിലൂടെ നൽകുക. ഇലക്ട്രോണിക്സ്, ഫാഷൻ, ബേക്കറി, മാംസം, മത്സ്യം തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഫ്രഷ് പച്ചക്കറികൾ ആകർഷകമായ വിലയിൽ ലഭിക്കും. 300ഓളം വാഹനങ്ങളെ ഉൾക്കൊള്ളാവുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഷറഫിയയ്ക്കടുത്തുള്ള പുതിയ സ്റ്റോർ തീർത്ഥാടകർക്കും പ്രയോജനകരമാകുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ നാസർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഫഹദ് മേയോൺ, ചേംബർ പ്രതിനിധി എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. സൗദിയിൽ റമദാൻ മെഗാ ഓഫറുകൾ ഒരുക്കി ലുലു. എല്ലാ വിഭാഗങ്ങളിലും ഓഫറുകൾ ലഭ്യമാകും. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ റമദാന്റെ ഭാഗമായി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പുണ്യമാസത്തെ വരവേൽക്കാൻ സൗദിയിലുടനീളമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ലുലു. ഗ്രോസറി, വീട്ടുസാധനങ്ങൾ, ഫാഷൻ ആക്സസറീസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ഷോപ്പിംഗ് കാറ്റഗറികളിലും വിപുലമായ റമദാൻ ഓഫറുകളാണ് കാത്തിരിക്കുന്നത്. ലുലു റമദാൻ മൊമെന്റ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഓരോ കുടുംബത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അനുയോജ്യമായ ഓഫറുകളാണ് നൽകുന്നത്. വിവിധ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന ലാഭകരമായ റമദാൻ കിറ്റുകൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലും ഓഫറുകൾ ലഭ്യമാകും. ഹെൽത്തി റമദാൻ എന്ന പേരിൽ സ്പെഷ്യൽ പ്രൊമോഷനും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സജീവമാണ്. 50 റിയാൽ മുതൽ 500 റിയാൽ വരെയുള്ള റമദാൻ ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാകും. The best shopping center in Riyadh is Lulu for everything, for especially the offers, for dry fruits, for the grocery or whatever. So these things attracts the foreigners, especially the expats, especially Indians, Bangladeshi and Pakistani guys. So I think my best shopping center for grocery or house living things is Lulu in Riyadh. So my family always prefer to shop here in Lulu. I think this is also my favorite place to come by weekly, and there's lots of variety for the fruits and vegetable. It really accommodates for different people from different culture. റമദാൻ ഷോപ്പിംഗ് ആഘോഷം കൂടുതൽ ലാഭകരമാക്കുന്നതാണ് ലുലു വിന്റർ പ്രൈസ് ഡ്രോപ്പ് ഓഫറുകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും പുത്തൻ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കാം. ഫാഷന് പുറമെ ഫുഡ്വെയർ, ലേഡീസ് ബാഗുകൾ, ഔട്ട്ഡോർ ആക്സസറീസ് എന്നിവയ്ക്കും വിന്റർ പ്രൈസ് ഡ്രോപ്പ് ഓഫറുകൾ ലഭ്യമാകും. ഇപ്പോൾ റമദാൻ പ്രമാണിച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഫ്രൈഡേ വീക്കെൻഡിലാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പം നല്ല ഓഫേഴ്സാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സിനാണെങ്കിലും വെജിറ്റബിൾസിനാണെങ്കിലും ഓഫേഴ്സ് ഉണ്ട്. ലുലുവിലെ റമദാൻ ഷോപ്പിംഗ് കൂടുതൽ ആകർഷകവും സൗകര്യപ്രദവുമാക്കുന്നത് ബാങ്ക് കാർഡ് ഓഫറുകളാണ്. കുറഞ്ഞത് 500 റിയാലിന് ഷോപ്പിംഗ് നടത്തുന്നവർക്ക് 15% മുതൽ 100 റിയാൽ വരെ ഇളവ് ലഭിക്കും. SNB ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളും പ്രീപെയ്ഡ് കാർഡുകളും ഉള്ളവർക്കാണ് ഈ ഓഫറുകൾ ലഭ്യമാവുക. മീഡിയ 1 റിയാദ്. ദോഹയിൽ നടന്ന ഷെൽ ഇക്കോ മാരത്തണിൽ പങ്കെടുത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ ആദരിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നടക്കം 5 ടീമുകളാണ് മാരത്തണിൽ പങ്കെടുത്തത്. അശോക ഹാളിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി കോൺസുലർ മേധാവി രാകേഷ് വാഗ് ഉദ്ഘാടനം ചെയ്തു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. വിവിധ പ്രവാസി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസിന് പുതിയ ഭരണസമിതി. ചെയർമാനായി രഘു പ്രകാശൻ, പ്രസിഡന്റായി ബാബു തങ്കളത്തിൽ. മനുഷ്യർക്ക് സ്വയം തിരിച്ചറിയാൻ പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് കേരള പൗരാവലി സാംസ്കാരിക വിഭാഗം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജാലികയുമായി SKSSF ഒമാൻ നാഷണൽ കമ്മിറ്റി. രാഷ്ട്രനന്മയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ പ്രമേയമായി. ഡാൻസ് ഫിറ്റ്നസ് വർക്ക്ഷോപ്പുമായി റൂബി മലയാളി അസോസിയേഷൻ. ട്രെയിനർ സോളമാൻ മാസ്റ്റർ നേതൃത്വം നൽകി. പ്രവാസി വെൽഫെയർ തൃശൂർ ജില്ലാ പ്രസിഡന്റായി അലി ഹസൻ. നിഷാദ് ഗുരുവായൂർ ജനറൽ സെക്രട്ടറി.